Yes, Bindu Satyam, good afternoon. Srilashmi, good afternoon. Mic on, yes, okay. Yes, Vinci, yes, Harsha. Yes, okay. Okay, can you start? Okay. About relative pronoun കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. ആ റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചുള്ള നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് നേരിട്ട് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ട്രാൻസ്ലേഷൻ നോക്കിയായിരുന്നു, അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോഴും ഒരു ട്രാൻസ്ലേഷൻ കൂടി പറയാം, അതുകൂടി കഴിഞ്ഞ് നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ, പറയട്ടെ? ഓക്കെ, യെസ്, മലയാളത്തിൽ എഴുതിയെടുത്താൽ മതി. എഴുതിക്കൊള്ളു. എന്നിട്ട് നിങ്ങൾ നോക്കണോട്ടോ ലാസ്റ്റ് എത്ര മിസ്റ്റേക്ക് പറ്റിയെന്ന് നോക്കണോട്ടോ. യെസ്, 2-3 കഴിഞ്ഞാൽ കുഴപ്പമില്ല, 5 വരെയൊക്കെ നമുക്ക് വിട്ട് കളയാം. യെസ്, എഴുതിക്കോ. നാളെ എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പ്രശ്നം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ ഇതുവരെ അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പ്രശ്നം. പക്ഷെ നാളെ രാവിലെ ഞാനത് പറയും. പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. പ്രശ്നം. എന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എന്റെ ജീവിതം
എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കും അത് വായിക്കാൻ കഴിയും. യെസ്, ആർക്കും അത് വായിക്കാൻ കഴിയും. ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. അതുകൊണ്ട് ഒരു പരിധിവരെ ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല. പ്രശ്നം ഇതാണ് എൻ്റെ പ്രശ്നം. ഇതാണ് എൻ്റെ പ്രശ്നം. പ്രശ്നം നമ്മൾ മറ്റുള്ളവരെ അറിയണം. നമ്മൾ മറ്റുള്ളവരെ അറിയണം. പ്രശ്നം നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. പ്രശ്നം ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ അത് നമ്മളുടെ കടമയാണ്. പ്രശ്നം ഇപ്പോൾ പോയി സുഖമായി ഉറങ്ങുക. ഇപ്പോൾ പോയി സുഖമായി ഉറങ്ങുക. പ്രശ്നം നാളെ നമ്മൾ തമ്മിൽ വീണ്ടും കാണും. നാളെ നമ്മൾ തമ്മിൽ വീണ്ടും കാണും. യെസ്, ഒരു 10 മിനിറ്റ് സമയം തരാൻ എഴുതിക്കോളൂ. യെസ്, തുടക്കം പറയാം. ബിൻസി എഴുതിക്കോളൂ. നാളെ എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാളെ എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അടുത്ത വാചകം, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അടുത്ത വാചകം, ഞാൻ ഇതുവരെ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല. വയ്ക്കണ്ടല്ലോ കയ്യില്.
ഓക്കെ ബിൻസി. ഫുള്ള് വേണോ ഹർഷ? എഴുതാ വേണ്ടേ? ഓക്കെ 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 പറയാം. യെസ്, പറയട്ടെ. ശ്രദ്ധിച്ചോ. നാളെ എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ഇതുവരെ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല. പക്ഷേ നാളെ രാവിലെ ഞാനത് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. എന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കും അത് വായിക്കാൻ കഴിയും. എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് ഒരു പരിധിക്ക് മുകളിൽ ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല. ഇതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ മറ്റുള്ളവരെ അറിയണം.
നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ അത് നമ്മളുടെ കടമയാണ്. ഇപ്പോൾ പോയി സുഖമായി ഉറങ്ങുക. നാളെ നമ്മൾ തമ്മിൽ വീണ്ടും കാണാം. ഓക്കെ. കഴിയുമ്പോ പറഞ്ഞോളൂ. ഓക്കെ, കഴിഞ്ഞു. ശ്രീലക്ഷ്മി. യെസ്, ഒരാളോട് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം കേട്ടോ. ശ്രീലക്ഷ്മിയെ കൂടാതെ ആരെങ്കിലും കഴിഞ്ഞാലൊരു സംഭവം കിട്ടിയത്.
യെസ് ബിൻസി കഴിഞ്ഞില്ലേ? ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ബിന്ദു സത്യൻ ഞാൻ വായിക്കാം, അതിന് ഇംഗ്ലീഷ് ഒന്ന് പറയാം കേട്ടോ. നാളെ എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ബിന്ദു സത്യൻ. യെസ്, എന്നാ ബിൻസി പറയും. ബിൻസി. യെസ്, എന്നാ വായിച്ചോളൂ ഹർഷ. അതെ, ഞാനത് വന്നപ്പോ ചോദിച്ചു മൈക്ക് ഓണല്ലേ എന്ന് ചോദിച്ചപ്പോ ഓണാണെന്ന് പറഞ്ഞല്ലോ, അതാണ് പറ്റിയത്. 1 minute. Yes, 1 minute. Richa. ഇതിന്റെ മൈക്ക് എന്തോണാവട്ടെ, ഇതെല്ലാം കിട്ടുന്നില്ല, ഇതെല്ലാം തന്നെ. അവിടെയുണ്ട്, മോളിക്ക്. യെസ്, ഓക്കെ റെഡിയാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബിന്ദു സത്യനോട് ചോദിച്ചു നോക്കാം. ബിന്ദു സത്യൻ, ആർ യു റെഡി? യെസ്. ബിൻസി, ആർ യു റെഡി? അതാ ആദ്യത്തെ പറയൂട്ടെ. നാളെ എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. Tomorrow is a very special day in my life. Tomorrow is a special day in my life. അല്ലെ? ആ സ്പെഷ്യൽ എന്നതിന് പകരം ഇമ്പോർട്ടൻറ്റ് എന്ന് ചേർത്ത് കഴിഞ്ഞാലും ശരിയാണ്. Tomorrow is an important day in my life. ഓക്കെ ഓക്കെ ബിൻസി. ശ്രീലക്ഷ്മി, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? What do you think? What do you think? കറക്റ്റ് ആണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? What do you think? അർച്ചന, ഞാൻ ഇതുവരെ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല. I haven't told you yet, but I will tell you in the morning. I haven't told you. Yes, I haven't told you. I haven't told you എന്ന് പറയാം. ഇതുവരെ കൊണ്ട് ചേർക്കാം. ആ ഇതുവരെ സോഫ എന്ന് ചേർക്കാം. സോഫ. I haven't told you so far. അല്ലെങ്കിൽ so far
I haven't told you. ഞാനത് പറഞ്ഞിട്ടില്ല. ഓക്കെ ഹർഷ? യെസ്. അർച്ചന? യെസ്. ഷെറിൻ? Yes, sir. അപ്പൊ ഒന്ന് പറഞ്ഞോളൂ. നാളെ ഞാനത് പറയും. But I will tell that tomorrow morning. Yes. നാളെ രാവിലെ ഞാൻ but I will tell that tomorrow morning. Yes. അടുത്ത വരി കൂടി പറഞ്ഞോളൂ ഷെറിൻ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. At that time, please don't get angry with me. Don't get angry with me. അപ്പൊ at that time എന്ന് പറയാം, അല്ലെങ്കിൽ then എന്ന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. Then don't be angry with me. അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം, then don't feel angry with me. Yes. ഒരു വരി കൂടി പറഞ്ഞോളൂ. എന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. You have always supported me. Yes. You have always supported me എന്ന് പറയാം, അല്ലെങ്കിൽ you supported me always. You supported me always. എന്തും കറക്റ്റ് ആണ്. ഹർഷ ബാക്കി പറഞ്ഞോളൂ. വീണ്ടും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. Sir, വീണ്ടും I ആ hope you support support me again. I hope you support Me again. me again. അല്ലേ? Yes. Okay. അത് നമുക്ക് വേറെ രീതിയിലും പറയാം. ഞാൻ പ്രതീക്ഷിക്കുന്നു. I expect EXPCT. I expect your support again. ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ I hope your support again. ഒരു വരി കൂടി പറഞ്ഞോളൂ. നിങ്ങൾക്കറിയാവുന്നതുപോലെ എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഹർഷ പറഞ്ഞോളൂ. As you know, my life is an open book. വെരി ഗുഡ്. ആസ് യു നോ, നിങ്ങൾക്കറിയാവുന്നത് പോലെ, ആ പോലെ എന്നുള്ളത് ആസ് ചേർക്കുക. ആസ് യു നോ, മൈ ലൈഫ് ഈസ് ആൻ ഓപ്പൺ ബുക്ക്. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. യെസ്. ഓക്കെ. ബിന്ദു സത്യൻ അല്ല ബിൻസി, അടുത്ത വാചകം നോക്കിക്കോളൂ. എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന സ്വഭാവമില്ല. അല്ലേ? ശരി, വായിച്ചോ. I don't interfere in others' matters. Yes, I don't interfere in others' matters. Okay. അതുകൊണ്ട് ഒരു പരിധിക്ക് മുകളിലേക്ക് ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല. So I don't mind anyone. ഒരു പരിധിക്ക് അപ്പുറത്തുള്ള വേർഡ് കിട്ടിയില്ല. Okay. To a level. To a level. So a certain level. അത് നമുക്ക് പറയാം. So അതുകൊണ്ട് to a certain level, I don't mind anybody. So a certain level, I don't mind anybody. Beyond a level, I don't mind anybody. ഒരു പരിധിക്ക് മുകളിൽ ഞാൻ ആരെയും, beyond a level, I do not mind anyone. Yes, ആരെയും മൈൻഡ് ചെയ്യാറില്ല. ഇതാണ് എന്റെ പ്രശ്നം. This is my problem. This is my problem. Correct. This is my problem. Very good. Yes. ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയണം. We need to know others. Others? Yes. Okay. Others problems. Yes. We need to know. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പറയാം, ഷുഡും ചേർത്ത് പറയാം. We should know the problems of
others. We should know the problems of others. അല്ല, we should know others ആണ്. നമ്മൾ മറ്റുള്ളവരെ അറിയാം. പ്രോബ്ലംസ് ഇല്ല, പ്രോബ്ലംസ് അടുത്തില്ലാണ്. Problems We are should- still Okay. അടുത്ത വാചകം ഇതാണ്, നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. We must understand their problems. വെരി ഗുഡ്. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അവർ പ്രോബ്ലംസ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലംസ്. ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ അത് എന്റെ കടമയാണ്, അത് നമ്മളുടെ കടമയാണ്. As a good friend, it's our duty. Yes, as a good friend, it is our duty. Correct. As a good friend, it is our duty. ഇനി ഒരു വരിയും കൂടിയുണ്ട്, ഇപ്പോൾ പോയി സുഖമായി ഉറങ്ങുക. Now go and sleep well. Yes, now go and sleep well. Very good. നാളെ നമ്മൾ തമ്മിൽ വീണ്ടും കാണാം. We'll see again tomorrow. Yes, we will see again tomorrow എന്ന് പറയാം. We will meet again tomorrow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഓക്കെ ഓക്കെ. ഒരു 5 എണ്ണത്തിലും കുറവ് തെറ്റുവല്ല എത്ര പേരുണ്ടാവാം? തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ വാക്കുകൾ എന്താണ് മാറിപ്പോയി വെച്ച് കുഴപ്പമില്ല. ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് മാത്രം പോയില്ല. 5 കൂടുതൽ വന്നിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമുക്കൊരു 5 അവിടെ ഒതുക്കണം. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇന്നലെ നമ്മൾ ചെയ്തതാണ് 1-2 എണ്ണത്തിലുള്ള യെസ്, ഇന്നലെ നമ്മൾ കുറച്ച് റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് 1-2 കൂടിയുണ്ട്, നമുക്കത് നോക്കാം. യെസ്, അതിന് ചോദ്യം ഇതാണ്. ആ ചോദ്യം ചോദിക്കോ, റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിക്കണം ഹൂ, വെൻ, ഹൂസ്, വെയർ എന്നുള്ളത്. യെസ്, ദിസ് റേഡിയോ is not working. This radio is not working. Is not working. Full stop. അടുത്ത sentence. You repaired it. You repaired. R-E-P-A-I-R-E-D. Repaired it last week. W-E-E-K. Week. Yes. രണ്ട് സെന്റൻസിനെ ഒറ്റ സെന്റൻസ് ആക്കണം. ആ ഒറ്റ സെന്റൻസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലേറ്റീവ് പ്രോണൗൺ എടുത്ത് ഉപയോഗിക്കാം. 2 രീതിയിൽ 2 സെന്റൻസ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. ദിസ് റേഡിയോ ഈസ് നോട്ട് വർക്കിംഗ്. ഈ റേഡിയോ വർക്ക് ചെയ്യുന്നില്ല. യു റിപ്പയർഡ് ഇറ്റ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച നിങ്ങളിത് നന്നാക്കി. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നന്നാക്കിയതായ അതിനകത്തൊരു പേര് കൂടുതലുണ്ട് ശ്രീലക്ഷ്മി. വേറെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നന്നാക്കിയതായ റേഡിയോ. ഓക്കെ ഷെറിൻ വർക്ക് ചെയ്യുന്നില്ല. ആ രീതിയിൽ വരും. ഓക്കെ ഷെറിൻ. യെസ്. അപ്പൊ നമുക്കെന്താ പറയാം, ദിസ് റേഡിയോ which you repaired last week
ഈസ് നോട്ട് വർക്കിംഗ്. ആ വിച്ച് എന്നുള്ളതിന് പകരം ദാറ്റ് ചേർത്ത് കഴിഞ്ഞാലും കറക്റ്റ് ആണ്. ദാറ്റ് യു റിപ്പയർഡ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. അടുത്തത് ഐ വാച്ച്ഡ്. അടുത്ത സെന്റൻസ് ആണ് ഐ വാച്ച്ഡ് an English movie. I watched an English movie. I watched an English movie. Full stop. It came on the TV. It came on the TV yesterday. Okay, എഴുതിക്കോളൂ. Yes. ഒരു വാക്കിന്റെ വിട്ടുപോയിട്ട് ശ്രീലക്ഷ്മി. ഓക്കെ ഷെറിൻ. യെസ്, അപ്പൊ ആൻസർ ഞാൻ വായിക്കാം. ഐ വാച്ച്ഡ് an English film, English movie that came on TV yesterday. And then TV that was seller that came on TV. And that's the yes. Okay. அடுத்த வாசிக்கிறோம். This is the police officer. This is the police officer. Full stop. This is the police officer. Full stop. Another sentence. His house was attacked. ATT ACKED. Yes, എഴുതിക്കോളൂ. This is the police officer. His house was attacked. ATT ACKED. Yes, Virashmi, very good.
Yes, Harsha. Yes, Cheryl. Yes. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കി വെക്കുക. യെസ്, ഓക്കെ അർച്ചന, കറക്റ്റ് ആണ്, കറക്റ്റ്. യെസ്, ഞാൻ നിങ്ങളോട് ചോദിച്ചാണോ എന്ന് പറയാ. ഈസി ടു ഈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിരുന്നത് ഞാൻ നിങ്ങളോട്. ഈസി ടു ഈറ്റ്. ആരും മറുപടി പറഞ്ഞില്ല. വർഷ ടി വി, ശ്രീലക്ഷ്മി, ബിൻസി. ഈസി ടു ഈറ്റ് എന്റെ വൺ വേർഡ് പറയാൻ. യെസ്, ഇല്ല എന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് പറ്റുമോ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയാൻ പറ്റുമോ? ചോദ്യം ഇതാണ്, സേഫ് ടു ഈറ്റ്. സേഫ് ടു ഈറ്റ് അതിന്റെ ഒരു വൺ വേർഡ് ഉണ്ട്, പറയാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു മീനിങ് ആണ്, എന്റെ വൺ വേർഡ് സേഫ് ടു ഈറ്റ്. നമ്മള് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റ് ഐറ്റംസിന്റെ ബിസ്ക്കറ്റിന്റെ ഒക്കെ മുകളിൽ ആ വേർഡ് ഉണ്ടാവും. സേഫ് ടു ഈറ്റ്. സീൻ്റെ അല്ല പിൻസി, വേറെ വേർഡ് സേഫ് ടു ഈറ്റ്. അടുക്കള ചെന്നിട്ട് അടുക്കളയിൽ പോയപ്പോ പിള്ളേര് ചോദിക്കാറില്ല തിന്നബിൾ എന്നൊക്കെ ചോദിക്കാറില്ല. അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഡ്. സേഫ് ടു ഈറ്റ്. ഈറ്റബിൾ അല്ല, വേറെ വേർഡുണ്ട് ശ്രീലക്ഷ്മി. പാക്കറ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ മുകളിലുണ്ടാവും. ഈ വെച്ചിട്ടാണ് ഫസ്റ്റ് വേർഡ് ഈ ആണ്, സമ്മതിച്ചു. പക്ഷെ ഈറ്റബിൾ അല്ല. യെസ്, കറക്റ്റ്, വെരി ഗുഡ്. എഡിബിൾ ആണ്, എഡിബിൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, അർച്ചന അല്ലേ? അർച്ചന, ഹർഷ. ശ്രീലക്ഷ്മി, അർച്ചന, ഹർഷ. യെസ്, കറക്റ്റ് ആൻസർ ആണ്, എഡിബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ചോദ്യത്തിന്റെ സ്റ്റൈല് പിടി കിട്ടിയല്ലോ. അടുത്തത് ഈസി ടു, സോറി, സേഫ് ടു ഡ്രിങ്ക്. സേഫ് ടു ഡ്രിങ്ക്. നേരത്തെ സേഫ് ടു ഈറ്റ് ആയിരുന്നു, മാറ്റി സേഫ് ടു ഡ്രിങ്ക്. അതെ, എനിക്കെന്താ മിണ്ടാതിരുന്നേ? യെസ്, ഓക്കെ, നോ പ്രോബ്ലം. യെസ്, അത് വിട്ടു കേട്ടോ. എന്നാൽ അടുത്തത് നമ്മൾ എന്തെങ്കിലും സംഗതികൾ ഗ്രൂപ്പായിട്ട് കാണുമ്പോൾ അതിന്റെ പേര് പറയില്ലേ, ഗ്രൂപ്പ്. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പറയണം. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാം. ഓക്കെ. അപ്പോ സേഫ് ടു ഡ്രിങ്കിന് പോർട്ടബിൾ എന്നാണ് പറയാ. ഓക്കെ, തൊട്ടേര്. അടുത്ത ചോദ്യം ഇതാണ്, സ്റ്റാർ, നക്ഷത്രം, അറിയാതെ. ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്, ഒരു കൂട്ട നക്ഷത്രം. അതിനെ പറയുന്നൊരു വേർഡുണ്ട്, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്.
A group of stars. ഗാലക്സി അല്ലേ വേറൊരു വാക്ക്. ഗാലക്സി എന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും വരുന്നത്. ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. Group of stars. സി വെച്ചിട്ടാണ്. സി ആണ് ഫസ്റ്റ് വരുന്നത്. ക്ലസ്റ്റർ അല്ല. യെസ്, ആരും പറയാത്തതുകൊണ്ട് ഞാൻ പറയാം. എസ് കോൺസ്റ്റലേഷൻ ആണ്. CONSTELLATION. പോകട്ടെ. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് കീസ്. KEYS കീ താക്കോൽ. എ ഗ്രൂപ്പ് ഓഫ് കീസ്. താക്കോലിന്റെ കൂട്ടം. Group of keys. KEYS keys. Group of keys. Yes, Arsha, it's a correct answer. Bunch. BUNCH. Correct. Arsha, Archana. Yes, correct. Bunch of keys na paraya. அடுத்தது group of cards. CARDS കാർഡുകൾ. Group of cards. എന്നോട് വിടുന്നത്. Group of cards. Yes, Harsha, it's a very good correct answer. Harsha, Sureshmi, and Archana. Harsha, Sureshmi, Archana. The answer is deck, DECK, deck of cards. അടുത്തത് a group of tools. TOOLS tools. Group of tools. Yes, Bitsy, Bindu, Srilashmi. Binsi, Bindu, and Srilashmi. Correct answer. Kit in the way. Kit. A group of tools in a kit. Kit. Second, I added a little kit in the tools, kit in the level. Yes, but I don't personally get out. Yes. Okay. Another group of flowers. Group of flowers. Group of flowers. Yes, Srilashmi. Harsha, Archana. Srilashmi, Harsha, Archana. Okay in a way. Okay in the yes, അടുത്തത് കറക്റ്റായിട്ട് പറയുന്നവരെ ഞാൻ അംഗീകരിച്ചു. Group of islets. Group of islets.
ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് അത് തന്നെ ഹർഷ. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്, ISLANDS. അതിന് വൺ വേർഡ് പറയും. യെസ്, വെരി ഗുഡ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, അർച്ചന, ബിന്ദു സത്യ. ശ്രീലക്ഷ്മി, അർച്ചന ആൻഡ് ബിന്ദു സത്യ. കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. അപ്പൊ ശ്രീലക്ഷ്മിക്ക് അഭിനന്ദനം. ആദ്യം പറഞ്ഞില്ലേ? യെസ്. അടുത്തത് ഗ്രൂപ്പ് ഓഫ് മൗണ്ടൻസ്, MOUNTAINS. ഗ്രൂപ്പ് ഓഫ് മൗണ്ടൻസ്. Group of mountains. Yes, Harsha, Srilashmi, Vinci. Harsha, Srilashmi and Vinci. Correct. Range na paraya, range. Group of mountains na parayna pere range na. Adutha adariyan pattumu vicharikkunnu. Group of ships, 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 kappal. Group of ships. Yes, Srilashmi, Bindu Sati. Archana. Srilashmi, Bindu Sati, Archana. That's the correct answer. Fleet ennaanu. Fleet of ships. അടുത്തതിന് പല വാക്കുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. Group of soldiers. Srilashmi, Sherin, Archana. Srilashmi, Sherin വന്നിട്ടില്ല അല്ലെ? Sherin and Archana. Yes, okay, Vinci. Army എന്ന് പറയാം, regiment എന്ന് പറയാം, ട്രൂപ്പ് എന്ന് പറയാം, എല്ലാം ഒരു വരുന്നതാണ്. ഓക്കെ. യെസ്. അടുത്തത് ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്, PLAYERS. ഹർഷ, ഷെറിൻ, ബിന്ദു സത്യ. Harsha, Sherin and Bindu Satya. Yes, very good. ഞാൻ പോയിന്റുകളൊക്കെ ഒന്ന് പറയാം. യെസ്, അപ്പോ ഷെറിൻ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വിൻസി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിന്ദു 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ്. ഹർഷ 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അർച്ചന 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1 പോയിന്റ് വ്യത്യാസമുള്ളൂ. 6, 7, 8. 1-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സോ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. So we will meet in the next class. Okay.